ഒരേ സിനിമ വീണ്ടും വീണ്ടും കാണുന്നവരുടെ മനഃശാസ്ത്രം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് ആയിരക്കണക്കിന് പുതിയ സിനിമകളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചിലർ ഒരേ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത്? കഥയുടെ അവസാനം അവർക്കറിയാം. ഓരോ രംഗവും മനഃപ്പാഠമാണ്. അടുത്ത ഡയലോഗ് പോലും അവർക്ക് മുൻകൂട്ടി പറയാൻ കഴിയും. എന്നിട്ടും അവർ വീണ്ടും അതേ സിനിമ പ്ലേ ചെയ്യുന്നു. അത് വെറും ഇഷ്ടമാണോ? അതോ അവരുടെ മനസ്സ് നമുക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്നിനെ തിരയുകയാണോ? പലരും ഇതൊരു ശീലമായി മാത്രം കാണും. പുതിയ സിനിമകൾ കാണാൻ മടിയുള്ളവരാണ് അവരെന്ന് കരുതും. പക്ഷെ മനുഷ്യന്റെ മനസ്സ് പലപ്പോഴും വിനോദം മാത്രം അന്വേഷിക്കുന്നില്ല, സുരക്ഷിതത്വവും അന്വേഷിക്കുന്നു. ജീവിതത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാറാത്ത ചില കാര്യങ്ങളിലേക്ക് മനസ്സ് സ്വാഭാവികമായി തിരികെ പോകും. ഒരു പഴയ സിനിമ അത്തരത്തിലുള്ള ഒരു സുരക്ഷിത ഇടമായി ചിലർക്ക് മാറിയേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതം കൂടുതൽ സമ്മർദ്ദമുള്ള സമയങ്ങളിൽ ചിലർ പുതിയ സിനിമകൾ ഒഴിവാക്കി പഴയ പ്രിയപ്പെട്ട സിനിമകളാണ് കാണുന്നത്. കാരണം പുതിയ കഥയിൽ എന്ത് സംഭവിക്കും എന്ന അനിശ്ചിതത്വം അവിടെയില്ല. അവർക്ക് ഓരോ രംഗവും അറിയാം. ആരും മരിക്കില്ല, കഥ എങ്ങനെ അവസാനിക്കുമെന്നും അറിയാം. ആ പ്രവചിക്കാൻ കഴിയുന്ന അനുഭവം മനസ്സിന് ചെറിയൊരു ആശ്വാസം നൽകാം. മനഃശാസ്ത്രം പറയുന്നത് പരിചിതമായ അനുഭവങ്ങൾ ചില സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വത്തിന്റെ വികാരം വർദ്ധിപ്പിക്കാമെന്നാണ്. ചില സിനിമകൾ വെറും സിനിമകളല്ല, അവ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്, ഒരു കുടുംബസംഗമത്തിന്റെ ഓർമ്മയാണ്, നഷ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മയാണ്, ആദ്യ പ്രണയത്തിന്റെ ഓർമ്മയാണ്, ഒരു പഴയ വീട്, ഒരു പഴയ മഴക്കാലം, ഒരു പഴയ ചിരി. സിനിമ പ്ലേ ചെയ്യുമ്പോൾ കഥ മാത്രമല്ല തിരികെ വരുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടവും കൂടിയാണ്. മനുഷ്യന്റെ തലച്ചോർ ഓർമ്മകളെ വെറും വിവരങ്ങളായി സൂക്ഷിക്കുന്നില്ല, വികാരങ്ങളോടൊപ്പം സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ പഴയ ദിവസം ഓർമ്മ വരുന്നത്. അതുപോലെ ഒരു സിനിമ വീണ്ടും കാണുമ്പോൾ ആ കാലത്തെ വികാരങ്ങളും തിരിച്ചുവരാം. ചിലപ്പോൾ ആളുകൾ സിനിമയെ കാണുന്നതല്ല, സ്വന്തം ജീവിതത്തിലെ ഒരു സുരക്ഷിത നിമിഷത്തെ വീണ്ടും സ്പർശിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരേ സിനിമ വ്യത്യസ്ത പ്രായങ്ങളിൽ കണ്ടിട്ടുണ്ടോ? കുട്ടിയായിരുന്നപ്പോൾ ചിരിപ്പിച്ച ഒരു രംഗം വളർന്നപ്പോൾ കണ്ണു നിറയ്ക്കാം. കാരണം സിനിമ മാറിയിട്ടില്ല, മാറിയത് നിങ്ങളാണ്. ജീവിതാനുഭവങ്ങൾ മാറുമ്പോൾ ഒരേ കഥയ്ക്ക് പുതിയ അർത്ഥങ്ങൾ ലഭിക്കും. അതുകൊണ്ടാണ് ചിലർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ സിനിമ വീണ്ടും കാണുന്നത്. അവർ പുതിയ കഥയല്ല അന്വേഷിക്കുന്നത്, സ്വന്തം പുതിയ മനസ്സിനെ മനസ്സിലാക്കുകയാണ്. ചിലർക്ക് ഒരേ സിനിമ വീണ്ടും കാണുന്നത് ഒരു മാനസിക വിശ്രമമാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, പുതിയ കഥാപാത്രങ്ങളെ ഓർക്കേണ്ട ആവശ്യമില്ല, എന്ത് സംഭവിക്കുമെന്ന ചിന്ത വേണ്ട. മനസ്സ് കുറച്ചു സമയം വിശ്രമിക്കാം. ഇന്ന് അനന്തമായ തെരഞ്ഞെടുപ്പുകൾ മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്ത് പരിചിതമായൊരു സിനിമ ചെറിയൊരു മാനസിക അഭയകേന്ദ്രമായി മാറാം. മറ്റൊരു രസകരമായ സത്യമുണ്ട്. ചില സിനിമകളിൽ ആളുകൾ കഥാപാത്രങ്ങളെ കാണുന്നില്ല, സ്വന്തം ജീവിതത്തെ കാണുകയാണ്. ഒരു കഥാപാത്രത്തിന്റെ വേദനയിൽ അവർ സ്വന്തം വേദനയെ തിരിച്ചറിയും. ഒരു സംഭാഷണത്തിൽ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തും. ഓരോ തവണയും സിനിമ കാണുമ്പോൾ ജീവിതം മാറിയതിനാൽ പുതിയ അർത്ഥങ്ങൾ അവർക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഒരേ സിനിമ ഓരോ തവണയും പുതിയ അനുഭവമായി തോന്നുന്നത്. മനഃശാസ്ത്രത്തിൽ നൊസ്റ്റാൾജിയ എന്ന വികാരത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പഴയ ഓർമ്മകൾ ചിലപ്പോൾ മനുഷ്യന് പ്രതീക്ഷയും ബന്ധബോധവും നൽകാമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പഴയ ഓർമ്മകളിൽ മാത്രം ജീവിക്കുകയും വർത്തമാന ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നുപോകുകയും ചെയ്യുന്നത് ആരോഗ്യകരമല്ല. അതുകൊണ്ട് ഓർമ്മകൾ ഒരു അഭയകേന്ദ്രമാകാം, പക്ഷെ അവ ജീവിതത്തിന്റെ സ്ഥിര താമസ സ്ഥലമാകരുത്. ചിലർക്കൊരു പ്രത്യേക സിനിമ ഒരു ജീവിതപാഠമാണ്. ഓരോ പ്രതിസന്ധി വന്നാലും അവർ വീണ്ടും അത് കാണും. കാരണം ആ കഥ അവരെ വീണ്ടും എഴുന്നേൽക്കാൻ ഓർമ്മിപ്പിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സിനിമ മാത്രമാണ്, എന്നാൽ അവരുടെ മനസ്സിൽ അതൊരു സുഹൃത്തിനെ പോലെയാണ്. ജീവിതം തളർത്തുമ്പോൾ സംസാരിക്കാതെ തന്നെ ആശ്വാസം നൽകുന്ന ഒരു പഴയ കൂട്ടുകാരൻ. മണി സൈക്കോളജിയിലും ഇതിന് സമാനമായ ഒരു ആശയമുണ്ട്. അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ മനുഷ്യർ പരിചിതമായ നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ സാധ്യത കൂടുതലാണ്. കാരണം പരിചയം മനസ്സിന് നിയന്ത്രണബോധം നൽകുന്നു. അതുപോലെ ജീവിതം അനിശ്ചിതമാകുമ്പോൾ ചിലർ പരിചിതമായ കഥകളിലേക്ക് മടങ്ങുന്നു. അത് മാറ്റത്തെ നിരസിക്കുന്നതല്ല, കുറച്ചു സമയം മനസ്സിന് സ്ഥിരത നൽകാനുള്ള ശ്രമമാണ്. ഇന്നത്തെ ലോകം എപ്പോഴും പുതിയത് തേടാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ സിനിമ, പുതിയ സീരീസ്, പുതിയ അനുഭവം. എന്നാൽ ചിലപ്പോൾ മനസ്സിന് വേണ്ടത് പുതുമയല്ല, പരിചിതത്വമാണ്. കാരണം എല്ലാ വളർച്ചയും പുതിയ വഴികളിലൂടെ മാത്രമല്ല നടക്കുന്നത്. ചിലപ്പോൾ പഴയ വഴിയിലൂടെ വീണ്ടും നടക്കുമ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് പുതിയ സത്യങ്ങൾ കണ്ടെത്തും. ചില ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നത് ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ആവർത്തിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവയിൽ നിന്ന് നാം ഇനിയും എന്തെങ്കിലും പഠിക്കാനുണ്ടാകാം എന്നതിനാലാണെന്ന്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. എന്നാൽ ഒരേ കഥയിൽ ഓരോ തവണയും പുതിയ അർത്ഥം കണ്ടെത്തുന്ന അനുഭവം പലരും പങ്കുവെക്കാറുണ്ട്. മാറുന്നത് കഥയല്ല, അതിനെ കാണുന്ന നമ്മുടെ ബോധമാണ്. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് സംസാരിക്കുന്ന ചിലർ മറ്റൊരു കാഴ്ചപ്പാട് പങ്കുവെക്കുന്നു. നന്ദിയും സ്നേഹവും സമാധാനവും നൽകുന്ന അനുഭവങ്ങളിലേക്ക്
ബോധപൂർവം തിരികെ പോകുന്നത് മനസ്സിന്റെ വികാരാവസ്ഥയെ സ്വാധീനിക്കാമെന്നാണ് അവരുടെ വിശ്വാസം. ഇത് ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ സന്തോഷകരമായ ഓർമ്മകൾ മനഃപൂർവ്വം ഓർത്തെടുക്കുന്നത് ചിലരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കാമെന്ന് ചില മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു സത്യവുമുണ്ട്. ചിലപ്പോൾ ഒരേ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുന്നതിനു പകരം പരിചിതമായ സാങ്കല്പിക ലോകത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സൂചനയായേക്കാം. ആശ്വാസം നല്ലതാണ്, എന്നാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് പരിഹാരമല്ല. ഒരുപക്ഷെ നിങ്ങൾ ഒരേ സിനിമ വീണ്ടും കാണുന്നത് സമയം കളയാൻ വേണ്ടിയല്ല, നിങ്ങളുടെ മനസ്സ് സുരക്ഷിതമായി അനുഭവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ചു സമയം മടങ്ങാൻ വേണ്ടിയാകാം. ഒരുപക്ഷെ ആ സിനിമയിലെ കഥാപാത്രങ്ങളെക്കാൾ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ പഴയൊരു പതിപ്പിനെയായിരിക്കാം. കാരണം ചില സിനിമകൾ അവസാനിക്കുന്നില്ല, അവ നമ്മുടെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കും. ഓരോ തവണയും ജീവിതം മാറുമ്പോൾ അവയും പുതിയ അർത്ഥത്തിൽ നമ്മളിലേക്ക് തിരികെ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ വീണ്ടും കണ്ടത് ഒരു പഴയ സിനിമയല്ല, പുതിയ കണ്ണുകളോടെ കണ്ട നിങ്ങളുടെ സ്വന്തം ജീവിതമായിരുന്നു.